ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നെറ്റ്, സെറ്റ്, HST തുടങ്ങിയ പരീക്ഷയിലെ ആവർത്തിച്ച് വന്നിട്ടുള്ള പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവി, കാവ്യ നിർവചനവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാവ്യ പ്രയോജനവും കാവ്യ ഹേതുക്കളുമാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കവിത്വ ബീജം പ്രതിഭാനാം ആരുടെ അഭിപ്രായം? കവിത്വ ബീജം പ്രതിഭാനാം ആരുടെ അഭിപ്രായം? വാമനൻ, രുദ്രടൻ, ദണ്ഡി, മമ്മടൻ. വാമനൻ, രുദ്രടൻ, ദണ്ഡി, മമ്മടൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇത് ആരുടെ അഭിപ്രായമാണ്? വാമനന്റെ അഭിപ്രായമാണ്. വാമനനാണ് കവിത്വ ബീജം പ്രതിഭാനാം എന്ന് കാവ്യഹേതു ചർച്ചയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കവിതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, കേന്ദ്രം എന്ന് പറയുന്നത് പ്രതിഭയാണ് എന്നാണ് വാമനൻ പറയുന്നത്. കാവ്യഹേതുക്കൾ. എന്താണ് കാവ്യഹേതു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കവിതയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ കുറിച്ച് ആണ് പറയുന്നത്. വളരെ ലളിതമായി പറഞ്ഞാല്, സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ സൃഷ്ടിക്കുക, സാഹിത്യരചന നടത്തുക എന്നുള്ളത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ജന്മസിദ്ധമായിട്ടുള്ള എഴുതാനും അല്ലെങ്കിൽ കലയാണെങ്കിൽ കല അവതരിപ്പിക്കാനൊക്കെയുള്ള കലാപരമായിട്ടുള്ള വൈഭവമൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് അതിൽ ശോഭിക്കാൻ പറ്റൂ അല്ലെ. അങ്ങനെയുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പൊ കാവ്യഹേതുക്കളെ കുറിച്ചുള്ള ചർച്ചയിൽ കവിതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ചയില് പ്രതിഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യഹേതുവായിട്ട് ഭാരതീയാചാര്യന്മാര് കണക്കാക്കുന്നത്. പ്രതിഭയാണ് കണക്കാക്കിയിരുന്നത്. അതായത് നമ്മള് ജനിക്കുമ്പോ തന്നെ ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന ശേഷിയാണ് പ്രതിഭ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ വ്യുൽപ്പത്തി എന്ന് പറയുന്നത് എന്താണ്? പാണ്ഡിത്യം. നമുക്ക് ഉള്ള പാണ്ഡിത്യം, അറിവ്. ഒരു പ്രതിഭ മാത്രം ഉണ്ടായി കഴിഞ്ഞാല് നമുക്കൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയണമെന്നുണ്ടോ? ഇല്ല. മറിച്ച് എന്തും കൂടി വേണം? ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ഗഹനമായിട്ടുള്ള ഒരു പാണ്ഡിത്യം, അറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് കാവ്യഹേതു ചർച്ചയിലെ പ്രതിഭയും അതേപോലെ തന്നെ വ്യുൽപ്പത്തിയും കാവ്യഹേതുവായിട്ട് ആചാര്യന്മാര് പറയുന്നുണ്ട്. പിന്നെയുള്ളതാണ് അഭ്യാസം. നമ്മളൊരു സാഹിത്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കലയെ സംബന്ധിച്ചോ എന്തിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള പരിശീലനം നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അതിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ഭാരതീയാചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് കാവ്യഹേതു എന്ന് പറയുന്നത് പ്രതിഭയാണ്, വ്യുൽപ്പത്തിയാണ്, അഭ്യാസമാണ്. നിരന്തരമായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ സാഹിത്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ, കാവ്യ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ എന്നാണ് ഭാരതീയാചാര്യന്മാര് പറയുന്നത്. ഇത് പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നുള്ളത് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. അപ്പൊ ഇതിൽ തന്നെ ഓരോ ആചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറയുന്നു പ്രതിഭ മാത്രമാണ് കവിത്വസിദ്ധിയുടെ അടിസ്ഥാനം. ചിലർ പറയുന്നു പ്രതിഭയും വ്യുൽപ്പത്തിയുമാണ് അടിസ്ഥാനം. മറ്റു ചിലർ പ്രതിഭയും വ്യുൽപ്പത്തിയും അഭ്യാസവുമാണ് കാവ്യ ഹേതുക്കളായിട്ട് പറയുന്നത്. അപ്പൊ അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പല പരീക്ഷകളിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ പഠിച്ചു പോവുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് നോക്കാം ആരൊക്കെയാണ് കാവ്യഹേതു ചർച്ചയിൽ വിശദമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നതെന്ന്. ഭാമഹാചാര്യൻ കാവ്യഹേതുക്കളെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഗുരുപദേശം ദ്യോതും ശാസ്ത്രം ജഡതിയോപ്യലം കാവ്യം തു ജായതേ ജാതു കസ്യജിത് പ്രതിഭാവതഃ. ഗുരുപദേശം ദ്യോതും ശാസ്ത്രം ജഡതി യോപ്യലം കാവ്യം തു ജായതേ ജാതു കസ്യജിത് പ്രതിഭാവതഃ. ഗുരുവിന്റെ ഉപദേശമുണ്ടെങ്കിൽ മന്ദബുദ്ധികൾക്ക് പോലും ശാസ്ത്രം പഠിക്കാമെന്നും എന്നാൽ കവിത്വസിദ്ധി സാധ്യമാകുന്നത് പ്രതിഭയുള്ളവർക്ക് മാത്രമാണ് എന്നാണ് ഭാമഹാചാര്യൻ പറയുന്നത്. ഓർത്തു വെക്കുക. സെറ്റിനൊക്കെ ഒരുപാട് തവണ ഈ ഒരു ചോദ്യം
ചോദിച്ചിട്ടുണ്ട്. ഓർമ്മിച്ച് തന്നെ വിശദമായി തന്നെ പഠിച്ച് പോവുക. അടുത്തതായിട്ട് ദണ്ഡിയുടെ കാവ്യഹേതുക്കളെ കുറിച്ചുള്ള അഭിപ്രായമാണ് നോക്കുന്നത്. നൈസർഗിക പ്രതിഭ, നൈസർഗിക പ്രതിഭ എന്ന പരാമർശം ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? ദണ്ഡി ആചാര്യനാണ്. ദണ്ഡി ആചാര്യന്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? കാവ്യാദർശം. കാവ്യാദർശം ദണ്ഡി. അപ്പൊ അതില് അദ്ദേഹം പറയുന്നത് നൈസർഗിക പ്രതിഭ, നൈസർഗിക പ്രതിഭ. നൈസർഗിക പ്രതിഭ ശുദ്രം ച ബഹുനിർമ്മലം അമന്താൻ ചാഭിയോഗോസ്യ കാരണം കാവ്യസമ്പദ എന്നാണ് കാവ്യഹേതുക്കളെ കുറിച്ച് ദണ്ഡി ആചാര്യൻ നിർവചിച്ചിരിക്കുന്നത്. നൈസർഗികമായ പ്രതിഭ, നൈസർഗികമായ പ്രതിഭ, നിർമ്മലമായിട്ടുള്ള പഠനം, നിരന്തരമായ അഭ്യാസം. നൈസർഗികമായ പ്രതിഭ, നിർമ്മലമായ പഠനം, നിരന്തരമായ അഭ്യാസം എന്നിവയാണ് കാവ്യഹേതുവായിട്ട് ദണ്ഡി ആചാര്യൻ കണക്കാക്കുന്നത്. രുദ്രടൻ. അടുത്തത് രുദ്രടന്റെ അഭിപ്രായം നമുക്ക് നോക്കാം. പ്രതിഭയ്ക്ക് ശക്തി എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചു. പ്രതിഭയ്ക്ക് ശക്തി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ പ്രതിഭയെ രണ്ടായിട്ട് തരംതിരിച്ചു. സഹജ, ഉൽപാദ്യ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട്. പ്രതിഭയെ രണ്ടായി തിരിച്ച് നിർവചിച്ച ആചാര്യൻ ആരാണ്? രുദ്രടനാണ് പ്രതിഭയെ രണ്ടായി തിരിച്ചത്. സഹജ, ഉൽപാദ്യ. പ്രതിഭയ്ക്ക് ശക്തി എന്നുള്ള പേര് ആദ്യമായി നൽകുന്നതും ആര് തന്നെയാണ്? രുദ്രടനാണ്. അതേപോലെ അഭിനവഗുപ്തന്റെ കാവ്യഹേതു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കൂടി നമുക്കൊന്ന് നോക്കാം. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണ ക്ഷമാ പ്രജ്ഞ. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണ ക്ഷമാ പ്രജ്ഞ. എന്താണ് അത് പറയുന്നത്? പ്രതിഭ, പ്രതിഭ എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള എന്തിനേയും സൃഷ്ടിക്കാൻ കഴിയുന്ന സിദ്ധിയാണ് പ്രതിഭ. ലോകത്തിൽ എവിടെയുമില്ലാത്ത സൗന്ദര്യ വസ്തുക്കളെ പോലും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന കവി മനസ്സിന്റെ പ്രേരണയായിട്ട് അഭിനവഗുപ്തൻ പ്രതിഭയെ കുറിച്ച് പറയുന്നു. ലോകത്ത് എവിടെയുമില്ലാത്ത സൗന്ദര്യ വസ്തുക്കളെ പോലും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന കവി മനസ്സിന്റെ പ്രേരണയായിട്ടാണ് അഭിനവഗുപ്തൻ പ്രതിഭയെ പറയുന്നത്. പ്രതിഭ അപൂർവ വസ്തു നിർമ്മാണ ക്ഷമാ പ്രജ്ഞ. ശക്തി എന്നുള്ള പദം പ്രതിഭയ്ക്ക് പകരം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചു? രുദ്രടനാണെന്ന് പഠിച്ചു. അതേപോലെ പ്രതിഭയ്ക്ക് ശക്തി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ആചാര്യനാണ് മമ്മടൻ എന്ന് പറയുന്നത്. അദ്ദേഹം കാവ്യഹേതു ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ശക്തി നിപുണതാലോകെ ശാസ്ത്ര കാവ്യാധ്യവേഷണ കാവ്യജ്ഞ ശിക്ഷയഭ്യാസ ഇതി ഹേതു തദുദ്ഭവേ. ശക്തിർ നിപുണതാ ലോക ശാസ്ത്ര കാവ്യാധ്യവേഷണാത് കാവ്യജ്ഞ ശിക്ഷയഭ്യാസ ഇതി ഹേതു തദുദ്ഭവേ. സമാഹിതമായിട്ടുള്ള പ്രതിഭയെയാണ് ശക്തി എന്നുള്ള പദം കൊണ്ട് മമ്മടാചാര്യൻ കുറിക്കുന്നത്. സമാഹിതമായിട്ടുള്ള പ്രതിഭ, അതുപോലെ തന്നെ ലോകം, ശാസ്ത്രം, കാവ്യം. ലോകം, ശാസ്ത്രം, കാവ്യം എന്നിവ പഠിച്ചത് കൊണ്ടുണ്ടാകുന്ന നൈപുണ്യം, കാവ്യജ്ഞന്മാരുടെ സമീപത്ത് നിന്നുള്ള പഠനം, അഭ്യാസം എന്നിവയാണ് കാവ്യഹേതുക്കളായിട്ട് മമ്മടാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സമാഹിതമായിട്ടുള്ള പ്രതിഭ, അതുപോലെ തന്നെ ലോകം, ശാസ്ത്രം, കാവ്യം ഇവ പഠിച്ചത് കൊണ്ടുണ്ടാകുന്ന നൈപുണ്യം, അതുകൂടാതെ കാവ്യജ്ഞന്മാരുടെ സമീപത്ത് നിന്നുള്ള പഠനവും നിരന്തരമായിട്ടുള്ള അഭ്യാസവുമാണ് കാവ്യഹേതുവായിട്ട് മമ്മടാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. കാവ്യഹേതു ചർച്ചയിൽ വളരെ വ്യത്യസ്തവും വിശദവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ച പണ്ഡിതനാണ് രാജശേഖരൻ. രാജശേഖരനാണ് ആസ്വാദ്യ പ്രതിഭയെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആചാര്യൻ. അദ്ദേഹം പ്രതിഭയെ രണ്ടായിട്ട് തിരിക്കുന്നു. കാരയത്രി, ഭാവയത്രി. കാരയത്രി എന്നും ഭാവയത്രി എന്നുമാണ് രാജശേഖരൻ പ്രതിഭയെ രണ്ടായിട്ട് തിരിക്കുന്നത്. കാരയത്രി എന്ന് പറയുന്നത് കവിപ്രതിഭയാണ് അല്ലെ. കവിപ്രതിഭയാണ് കാരയത്രി എന്ന് ആചാര്യൻ കുറിക്കുന്നത്. കവിപ്രതിഭ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ പ്രതിഭയാണ് കാരയത്രി എന്ന് പറഞ്ഞു.
കാരയത്രിയെ രാജശേഖരൻ മൂന്നായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. സഹജ, ആഹാര്യ, ഔപദേശിക. ഇതിലെ സഹജ പ്രതിഭ എന്ന് പറയുന്നത് ജന്മാന്തര ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രതിഭയാണ്. മുജ്ജന്മ സംസ്കാര ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്. ആഹാര്യ എന്ന് പറയുന്നത് ഈ ജന്മ സംസ്കാര ഫലമായി നമ്മൾ നേടിയെടുക്കുന്നത്. ഔപദേശിക എന്ന് പറഞ്ഞാൽ ഉപദേശ ഫലത്താൽ മാത്രം നമുക്ക് സിദ്ധമാവുന്നത്. അതാണ് ഔപദേശിക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മൂന്ന് പ്രതിഭകളുള്ള കവികളെയും അദ്ദേഹം തിരിക്കുന്നു. സഹജ, ആഹാര്യ, ഔപദേശിക എന്നീ പ്രതിഭകളുള്ള കവികളെ സാരസ്വതൻ, ആത്വംസികൻ, ഔപദേശികൻ എന്ന് തിരിക്കുന്നു. അതായത് മുജ്ജന്മ സംസ്കാര ഫലമായിട്ടുള്ള പ്രതിഭ ലഭിക്കുന്നവനെ സാരസ്വതൻ എന്നും, ആത്വംസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മ സംസ്കാര ഫലമായിട്ട് സിദ്ധി ലഭിച്ച കവിയാണ്. ഔപദേശികൻ എന്ന് പറയുന്നത് ഉപദേശ ബലത്താൽ മാത്രം കവിത്വ സിദ്ധി നേടിയിട്ടുള്ള കവിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഭാവയത്രിയെ ഇദ്ദേഹം തത്വാഭിനിവേശികൾ, സദൃഢ വ്യവഹാരികൾ, മത്സരികൾ, അരോചകികൾ എന്നിങ്ങനെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഭാവയത്രിയെ തത്വാഭിനിവേശികൾ, സദൃഢ വ്യവഹാരികൾ, മത്സരികൾ, അരോചകികൾ എന്നും തരംതിരിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയാം. ഭാവയത്രിയെ തത്വാഭിനിവേശികൾ, സദൃഢ വ്യവഹാരികൾ, മത്സരികൾ, അരോചകികൾ എന്നിങ്ങനെ ഭാവയത്രിയെ രാജശേഖരൻ നാലായിട്ട് തിരിക്കുന്നുണ്ട്. തത്വാഭിനിവേശികളാണ് ഇതിലെ കാവ്യതത്വത്തെ കണ്ടെത്തുകയും കവി എന്താണോ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സഹൃദയൻ എന്ന് പറയുന്നത് തത്വാഭിനിവേശികൾ. മത്സരികള് എല്ലാ കാര്യത്തിലും ദോഷം മാത്രം കാണുന്ന ദോഷൈക ദൃക്കുകളാണ്. അരോചകികൾ എന്ന് പറഞ്ഞാല് അരോചകികള് കാവ്യത്തെ വിവേചനരഹിതമായിട്ട് കാവ്യത്തെ സമീപിക്കുകയും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും തെറ്റ് കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് അരോചകികൾ എന്ന് പറയുന്നത്. സദൃഢ വ്യവഹാരികൾ എന്ന് പറഞ്ഞാല് വിവേകരഹിതരാണ്. അവര് കാവ്യത്തില് ഉള്ള എല്ലാ കാര്യത്തെയും നല്ലതും ചീത്തയും ഒരുപോലെ സ്വീകരിക്കുന്നു. ഒന്നിനെയും വേർതിരിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള ശേഷിയില്ലാത്തവരെയാണ് സദൃഢ വ്യവഹാരികൾ എന്ന് രാജശേഖരൻ പറയുന്നത്. കവിക്ക് സമാനമായ ഹൃദയമുള്ളവനെയാണ് സഹൃദയൻ എന്ന് പറയുന്നത്. അപ്പൊ സഹൃദയനെ ഭാവകൻ എന്ന് വിളിക്കുന്നത് ആരാണ്? രാജശേഖരനാണ് സഹൃദയനെ ഭാവകൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സഹൃദയനുള്ള പ്രതിഭയെയാണ് അദ്ദേഹം എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭാവയത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഭാവകനെ പുനഃസൃഷ്ടികർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു സാഹിത്യരചനയിലേക്ക് ഇറങ്ങി ആ കാവ്യതത്വം കണ്ടെത്തുന്നതിനെയാണ് സഹൃദയ തത്വം എന്ന് രാജശേഖരൻ പറയുന്നത്. ഒരു സാഹിത്യരചനയിലേക്ക് ഇറങ്ങി അതിന്റെ സാരാംശം കണ്ടെത്തുന്ന ആളെയാണ് അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് സഹൃദയത്വം എന്ന് രാജശേഖരൻ പറയുന്നത്. ഒരു സാഹിത്യരചനയിലേക്ക് ഇറങ്ങി അതിന്റെ സാരാംശം കണ്ടെത്തുന്നതിനെയാണ് സഹൃദയത്വം എന്ന് രാജശേഖരൻ പറയുന്നത്. സാരസ്യതത്വം കവി സഹൃദയാഖ്യം വിജയതേ എന്ന് അഭിനവഗുപ്തനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സാരസ്വതത്വം കവി സഹൃദയാഖ്യം വിജയതേ എന്ന് അഭിനവഗുപ്തനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക. കവിതയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നുള്ള കാരണങ്ങള്. ആ ഉൽപ്പത്തിയുടെ ചർച്ചയിൽ കവിതയുടെ ഉൽപ്പത്തി എന്താണ് എന്നുള്ള ചർച്ചയിലാണ് ഈ ഒരു കാരണങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് ഭാരതീയാചാര്യന്മാര് പറയുന്നത്. ഇത് കൂടാതെ കാവ്യം കൊണ്ട് അല്ലെങ്കിൽ സാഹിത്യം കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നും ആചാര്യന്മാര് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊരു ചോദ്യത്തിലൂടെ ആ ഒരു ഭാഗത്തേക്ക് കടക്കാം. അതിന്റെ ചോദ്യം: കാവ്യം സദൃഷ്ടാദൃഷ്ടാർത്ഥം പ്രീതി കീർത്തി ഹേതുത്വാത്. കാവ്യം സദൃഷ്ടാദൃഷ്ടാർത്ഥം പ്രീതി കീർത്തി ഹേതുത്വാത്. ആരുടെ നിരീക്ഷണമാണിത്? കാവ്യം സദൃഷ്ടാദൃഷ്ടാർത്ഥം പ്രീതി കീർത്തി ഹേതുത്വാത്. ആരുടെ നിരീക്ഷണമാണ്? വാമനാചാര്യന്റെ നിരീക്ഷണമാണ് ഇത്. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? കാവ്യത്തിന് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായിട്ടുള്ള രണ്ട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന് പ്രീതിയും മറ്റേത് കീർത്തിയുമാണ്. മറ്റേത് കീർത്തിയുമാണത് എന്ന് പറഞ്ഞിരിക്കുന്നത് വാമനാചാര്യനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ള
കാവ്യ പ്രയോജനം. അതായത് സാഹിത്യം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതില് സാഹിത്യം കൊണ്ട് എഴുതുന്ന ആൾക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്, കവിക്ക് മാത്രമല്ല ഗുണമുണ്ടാവുന്നത്, പിന്നെ ആർക്കൊക്കെയാണ്? അത് ആരാണോ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത് അവർക്ക് കൂടി, സഹൃദയന് കൂടി അതിന്റെ പ്രയോജനം ഉണ്ടാവുന്നു. ആ തരത്തില് കാവ്യ പ്രയോജനത്തെ പ്രധാനമായിട്ടും പ്രീതിയും കീർത്തിയും ആനന്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല ആചാര്യന്മാരും പറയുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെയും അഭിപ്രായം വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ആദ്യം ഭാമഹാചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ധർമാർത്ഥ കാമ മോക്ഷേഷു വൈജഷണ്യം കലസുജ കരോതി പ്രീതി കീർത്തി ച സാധു കാവ്യ നിക്ഷേപണം. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഭാമഹനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് കാവ്യ പ്രയോജനങ്ങളായിട്ട് പറയുന്നത്? അദ്ദേഹം കാവ്യത്തെ ഉപനിഷത്ത് സമാനമായി ഉയർത്തുന്നു. എന്നിട്ട് കാവ്യ പ്രയോജനമായിട്ട് പറയുന്നത് പ്രീതിയും കീർത്തിയുമാണ്. പ്രീതി സഹൃദയപക്ഷത്താണെങ്കിൽ കീർത്തി കവിപക്ഷത്തുള്ള കവിക്കുണ്ടാവുന്ന പ്രയോജനമാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നു. കാവ്യ പ്രയോജനത്തെ കുറിച്ച് ഖണ്ഡി ആചാര്യൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഒന്ന് നോക്കാം. ലോകരഞ്ജകം കാവ്യം കൽപ്പാന്തരസ്ഥായി. ലോകരഞ്ജകം കാവ്യം കൽപ്പാന്തരസ്ഥായി. കൽപ്പാന്ത കാലം വരേക്കും ലോകത്തെ രഞ്ജിപ്പിക്കുന്നതാണ് കാവ്യമെന്ന്, കാവ്യത്തിന്റെ പ്രയോജനമെന്ന് ഖണ്ഡി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സില് വളരെ വിശദമായി തന്നെ പൗരസ്ത്യ സാഹിത്യത്തിന്റെ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന നിരവധി ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക. മുൻകാല ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി കൂടുതലായും ശ്രദ്ധിക്കുക. ഹൃദ്യം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഏറ്റവും നന്നായി തന്നെ പഠിക്കാൻ കഴിയട്ടെ. നന്ദി.